ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. സോ ഇന്ന് എഗെയിൻ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കാരണം ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇനി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോയെന്നൊക്കെ ചോദിച്ചു. എനിക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ദെൻ നമുക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടയ്ക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് ഈ ഒരു ഡേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എടുക്കാം. അന്ന് ഒരു സാധാ ഡേ ആയിരുന്നു, ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഡേ ആയിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ഞാനിതപ്പോൾ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തൊന്ന് വന്നിട്ടേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കിന്ന് ലാലേട്ടൻ്റെ തുടരും ഫിലിം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അത് 10 മണിക്ക് എങ്ങാനുമാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ അതിനെന്തായാലും എനിക്ക് പോകണം. അപ്പം ലേറ്റ് ആവും, ടൈമില്ല. അപ്പോൾ ഞാനിപ്പം എന്താ പറയുക, ബ്രഷൊക്കെ ചെയ്ത് എന്നിട്ട് ഇറങ്ങിയതാണ് പുറത്തേക്ക്. അപ്പം ഞാൻ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ റെഡി ആയിട്ട് നമുക്ക് നേരെ ഫിലിമിന് പോവാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് ഞാൻ റെഡിയായി ഇതാ ഫിലിമിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്കായിട്ട് പോകുന്നത്. കാരണം നമ്മളെല്ലാവരും ലാലേട്ടൻ ഫാൻസ് ആണ് ഗൈസ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിലിം ആയിരിക്കും എന്നുള്ളൊരു ഹോപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് പോവാണ്. ഫിലിമൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പടമൊക്കെ കണ്ടു വന്നു. നല്ല അടിപൊളി കിടിലം പടമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ എന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഡേക്ക് തന്നെയായിരുന്നു. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പടമാണ്. അപ്പം മസ്റ്റ് വാച്ച് ആട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് നോക്കുക. നല്ല രീതിക്ക് പടം ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ കുറേ കാലത്തിന് ശേഷം ഭയങ്കര സാറ്റിസ്ഫൈഡായിട്ട് ഫീൽ ചെയ്യാമെന്ന് പറയില്ല, ഒരു പടം കണ്ടിറങ്ങുമ്പം ആ ഒരു ഫീലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മേമന്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഞാനും അനിയത്തിയും കൂടിയാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. 1-2 ദിവസം നിൽക്കാന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പൊ ഇതേ ബസ്സൊക്കെ കിട്ടി, ബസ്സിനുള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ഇവരെ വീടിന്റെ ഈ ഭാഗത്ത് ഫുള്ള് പാടമൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. മൊത്തം നെൽപ്പാടങ്ങളും വാഴ കൃഷികളൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി മേമന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ മേമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വന്നു കേട്ടോ, ഫ്രഷായി. അപ്പം നമുക്ക് ചായ കുടിച്ചാലോ? ചായ മേമ കപ്പിൽ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. മേമയുടെ കൃഷിയാണ് ഗൈസ്. ഇത് നിങ്ങൾ കണ്ടോ, വഴുതിനങ്ങ. വഴുതിനങ്ങ. പിന്നെ ഇതൊക്കെ മേമ ഇപ്പൊ അടുത്തിങ്ങനെ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അവര് പുതിയ വീട് കുറച്ചായിട്ടുള്ള എടുത്തിട്ട്. ഈ കാണുന്ന തൊടിയിലൂടെ പോകുന്ന പൂച്ചേനെ ഇവരെല്ലാവരും വാവുമോ എന്നാട്ടോ വിളിക്കുന്നത്. ഇവിടെ ഉള്ള പൂച്ചയാണ് കേട്ടോ. ഇവരെല്ലാവരും ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ഇത് ഇവരുടെ ഇവരിപ്പോ കുറച്ചായിട്ടുള്ളൂ കേട്ടോ വാങ്ങിച്ചിട്ട്. അമ്മ പശു അതിന്റെ കുട്ടിയാണ്. ഇവിടെ പണ്ട് മുതൽക്കേ പശുവും ആടും താറാവും കോഴിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇപ്പൊ വിറ്റുപോയിട്ടോ. ഇതിപ്പോ അവര് പുതിയത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഗൈസ് നമ്മൾ ടെറസിന്റെ മുകളിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈവനിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. നമുക്കിങ്ങനെ വൈബായിട്ട് നടക്കാനായിട്ട് പറ്റും. ഇന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. പിന്നെ ഗൈസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എൻ്റെ മുടീൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തു വയ്ക്കുകയും. കാരണം ആ കളർ ഇങ്ങനെ ഡിമ്മായി ഒരുമാതിരി കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതായത് ആ ഫസ്റ്റിൽ കളർ ചെയ്ത സമയത്ത് നല്ലൊരു ഷെയ്ഡായിരുന്നു. പിന്നെ അത് ചേഞ്ചായി വന്നു. അപ്പം ഞാൻ മറ്റേ വേറെ ബർഗൻഡി ഷെയ്ഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹെയറിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ബർഗൻഡി ഷെയ്ഡ് അടിച്ചു. ഇപ്പോൾ ആ ഒരു ഷെയ്ഡായിട്ടുള്ളത്. ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആണ്. നമ്മളങ്ങനെ വെയിലടിക്കുമ്പോൾ മാത്രമേ ആ ഷെയ്ഡ് കാണത്തുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി.
പിന്നെ ഇവിടെ ബസ് ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ഇവിടെ ഡെയിലി കുറെ ഏട്ടന്മാരും ചെറിയ കുട്ടികളൊക്കെ കളിക്കാറുണ്ട്. അപ്പൊ അവര് എന്താ പറയാ ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. എൻ്റെ ആദ്യത്തെ അവരുടെ വീടായിരുന്നു കേട്ടോ, അതായത് പാപ്പൻ്റെ വീട്. അവരുടെ തറവാടായിരുന്നു. അച്ഛനൊക്കെ ഉള്ള ഒരുപാട് വർഷം പഴക്കമുള്ള വീടായിരുന്നു കേട്ടോ. 70 വർഷമോ ഏകദേശം 70 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് മേമയുടെ മോള് പറഞ്ഞിരിക്കുന്നത്. ആണെന്ന് തോന്നുന്നു. അപ്പം അവരത് പൊളിച്ചിട്ടാണ് പുതിയ വീട്. ഫുള്ള് പൊളിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും പൊളിക്കാനുണ്ട് ബാക്കി. അപ്പുറത്തെ വീട്ടില് ഒരു പൊമറേനിയൻ നായ്ക്കുട്ടി ഉണ്ട് കേട്ടോ, ആളാണ് കുറയ്ക്കുന്നത്. എനിക്ക് ചക്ക കഴിച്ചിട്ടുണ്ട്, നല്ല ചക്ക അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നല്ലേ ഇതിന്റെ മുകളിലോട്ടുണ്ടല്ലോ, അവരെ വീടിന്റെ മുകളിലോട്ട് ഫുള്ള് കാടാണ്, മലയാണ് കേട്ടോ. ഇതിന്റെ മുകളിലൊക്കെ ഫുള്ള് മലയാണ്. കാണാൻ വേണ്ടിട്ട് ആ ഒരു വ്യൂ നോക്കിക്കേ. പണ്ടത്തെ അവരുടെ വീടിന്റെ മുകളിൽ ഇങ്ങനെ മറ്റേ തൂക്കണാങ്കുരി വീണ്ടല്ലോ, അത് കൂട് കൂട്ടിയതായിരുന്നേ. പക്ഷെ അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ സെറ്റായില്ല തോന്നുന്നു. ഒരു പകുതി വഴിക്കിട്ട് പോയതാണോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല. ഇരുടായി വന്നിട്ടുണ്ടേ. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. നമുക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ? ഇത് ഒരാൾ ഇവരെ അമ്മ പുറത്തേക്ക് പോയതാണ് കേട്ടോ. ഇവരെ ടെറസിന്റെ മുകളിലുള്ളതാണ്. ഇപ്പോൾ 2-3-4 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. 2 ദിവസം 3 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ പ്രസവിച്ചിട്ട്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പൂച്ചക്കുട്ടികളെ. ഒരാൾ ഭയങ്കര ഉറക്കാണ് കേട്ടോ, ഇവൻ ഭയങ്കര ഉറക്കാണ്. ബാക്കി 2 പേര് ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. നമ്മൾ ഈ വിരി പോലത്തെ സംഭവം വിരിച്ചു. ആ ബ്ലാക്ക് പൂച്ചക്കുട്ടി അവിടെ നിന്ന് കണ്ടു, എന്ത് ക്യൂട്ടാണല്ലേ. നമ്മൾ മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, നമ്മുടെ റവക്കഞ്ഞി ഓർ തരിക്കഞ്ഞി അത് ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ. ഞാൻ വെറുതെ എന്തായാലും ഉണ്ടാക്കല്ലേ, ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ തന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ നോർമലി പായസമൊക്കെ വെക്കുമ്പോൾ എടുക്കൂല, അതേപോലെ പാലും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള വറുത്ത റവ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ഇടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് എണ്ണ ഒക്കെ കണക്കാക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് കുറച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് റവ. അപ്പം ഈ ഒരു റവ വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അത് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, സോ നമ്മൾ അടുപ്പത്ത് അതായത് നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് റവ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നല്ല രീതിക്ക് അടുക്കി പിടിക്കും. അതായത് ഫുള്ള് താഴെ കട്ട പിടിച്ചിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ കൈ വിടാതെ നമ്മൾ ഇളക്കി കൊണ്ടേ നിൽക്കണം കേട്ടോ. ഇത് പെട്ടെന്നാവും കേട്ടോ, കുറച്ച് മിനിറ്റുകൾ മതി കേട്ടോ ഇതാവാൻ വേണ്ടി. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം സെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് നെയ്യ്, പഞ്ചസാര അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല രീതിക്ക് ഒന്ന് എന്താ പറയുക വെന്ത് കട്ടിയായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ അവൾ ഉണ്ടാക്കിയ സമയത്ത് അവൾ നെയ്യൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇതിന് റവക്കഞ്ഞിന്നും തരിക്കഞ്ഞിന്നും അങ്ങനെ പല പേരിൽ പറയട്ടോ. ചിലടത്ത് ഇപ്പൊ മധുരമൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട്, തരിപ്പായസം അങ്ങനെയൊക്കെ പേര് പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്നുള്ളത് അപ്പൊ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 9 മണി 9:30 ആയപ്പോൾ ഫുഡ് കഴിച്ചു കിടന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് പിറ്റേന്ന് കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയാണ് കേട്ടോ. ആ ഒരു പൂ ഫുള്ള് നിലത്തൊക്കെ ഇങ്ങനെ വീണടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു നിന്നു. ഇവിടെ മാങ്ങയുണ്ട് കേട്ടോ, വേറൊരു ടൈപ്പ് മരമാണ്. അപ്പം ഹലോ, അപ്പം എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് എന്താ പറയുക മേമ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന്
കുറച്ച് ഉള്ളി തക്കാളി സംഭവങ്ങളൊക്കെ ഞാൻ മുറിച്ചൊക്കെ കൊടുത്തു. ഞാനിപ്പോൾ അവിടെ വന്ന് വെറുതെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. 10 മണി ചായ. നിങ്ങൾ അവിടേക്ക് അങ്ങനെ കുടിക്കുക? അവിടെയൊക്കെ ഇതുപോലത്തെ ഒരു ചായ ഉണ്ടാവോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നെബാട്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് എന്താ പറയാ, ചീസ് ഫ്ലേവർ ആയിരുന്നു. ഇതിന്റെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് എല്ലാ ഫ്ലേവേഴ്സും ഇഷ്ടം തന്നെയാണ്. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മേമന്റെ വറുത്തരച്ച ചിക്കൻ കറി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മേമ വറുത്തരച്ച ചിക്കൻ കറി വെച്ചത്. അപ്പം ചിക്കൻ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പം അതിനുശേഷം എന്താ പറയുക, മേമൻ്റെ മോൻ അതായത് കസിൻ മാങ്ങ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയതായിരുന്നു കേട്ടോ, വീട്ടിൽ നിന്ന് പഴുത്ത മാങ്ങ. അപ്പം അത് ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനതിനൊരു കഷ്ടത്തപ്പം ഞാനത് വാങ്ങി കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. ഉച്ചയ്ക്ക് ഊണൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. മേമൻ്റെ മോള് പോയിട്ട് ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ഇലയൊക്കെ വിരിച്ചിട്ടുണ്ട്. വലിയ ഇല കേട്ടോ ഗൈസ്. ഇതിലൊരു 2-3 പേർക്ക് ചോറ് കഴിക്കാം. അത്രയും വലിയ ഇല. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. അപ്പം ഞാൻ നല്ല രീതിക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. ഞാൻ അത് മേമനോട് പറയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംസാരിച്ചുകൊണ്ടാണ് ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടിവിന്റെ നല്ല നോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് കേൾക്കില്ല. അതാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ. ഹലോ. അപ്പം ഞാൻ ഉറക്കൊക്കെ കഴിഞ്ഞൊന്ന് എണീറ്റതാണ് കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പം അത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. എനിക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആള്. ഇപ്പൊ കണ്ടതാണ് കേട്ടോ തൂലിക. അവള് മേമന്റെ മോളുടെ അവരുടെ കസിനാണ്. അപ്പൊ അവള് റിങ്സ് ഒക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അവള് കുറച്ച് റിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, എന്റെ മൂത്തമ്മയും അതുപോലെ മോന്റെ ഒക്കെ മാരേജ്. അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവര് വന്നു. അവര് കുറെ നേരമൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവര് പോയി. പിന്നെ നമ്മള് ചായ കുടിക്കുകയാണേ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള പൂച്ചക്കുട്ടികളുടെ അമ്മയാണ്. കുഞ്ഞു പൂച്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വീടിന്റെ ടെറസിലാണ് കേട്ടോ ആള് പൂച്ചക്കുട്ടികളെ കൊണ്ടുവച്ചിട്ടുള്ളത്. സുഡു എന്നാണ് കേട്ടോ ഇവര് ആളെ വിളിക്കുന്നത്. ഇവിടെ ഇവരെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ട് ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ. അപ്പം വീട്ടിലിപ്പോൾ ഇവരെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പം ഇവളിതേപോലെ പൂച്ചക്കുട്ടികളെ ഇവരെ പഴയ വീട്ടിൽ അങ്ങനെ പ്രസവിച്ചതായിരുന്നു കേട്ടോ. പിന്നെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കാൻ നോക്കിയപ്പം ഇവിടെ നായ്ക്കളെ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പം പിന്നെ എന്താ പറയുക, നായ്ക്കളൊന്നും കടിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിൽ ഒരു സ്പേസ് പോലെ കൊടുത്തതായിരുന്നു കേട്ടോ പൂച്ചക്കുട്ടികളെ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താ പറയുക, ഞാനിപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഫുള്ള് ഫുഡിൻ്റെ ആയിരിക്കും കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണ് ഈ വീഡിയോസ് എടുക്കുക. പിന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ പോലെ തന്നെ ഇവിടെ നല്ല ചൂടാണ്. അപ്പം നമ്മൾ ടി വി ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടക്കും. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പഠിക്കുകയാണോ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. കാരണം എനിക്കറിയില്ലല്ലോ. അപ്പോൾ വീഡിയോസിൽ കുറേ പേരൊക്കെ കമൻറ്റ് ഇടാറൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒന്ന് പോകാൻ കേട്ടോ. ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി. ഭയങ്കര ചൂടാണ്. ചൂടുകൊണ്ട് ഒരു കഥയാണ്. മുഖം ഒന്ന് കഴുകുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള പോലെ ഉണ്ട്. അപ്പം നമുക്ക് വെറുതെ ഒന്ന് മുകളിൽ പോയിട്ട് വരാം. ഈ ഒരു ടൈമിൽ പോകുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ മുകളിലോട്ട് കയറിയതാണ്. മുകളിൽ കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ, ഫുള്ളിങ്ങനെ. ദൂരെ കണ്ടോ അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ്. എന്താ അവിടെ കണ്ടോ ഇങ്ങനെ ലൈറ്റ്. മുകളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര തണുപ്പുണ്ട്.
വീടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അത് മാത്രമല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ പോലെ ഉണ്ട്. പക്ഷെ വീഡിയോയിൽ അത് കാണുമ്പോൾ ഒരു ബ്ലിങ്ങായി കളിക്കുന്നു. ശരിക്കും റെഡ് ലൈറ്റായിട്ടുള്ളത്. അത് ലൈറ്റ് ഹൗസ് എന്നുള്ളതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ലൈറ്റ് ഹൗസിലാണ് സാധാരണ അങ്ങനെ കാണുന്നത്. എങ്ങനെയാണ് നിങ്ങളിതാ ഗൈസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നിരുന്ന് എല്ലാരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ട് കിടന്നു കേട്ടോ. പിന്നെ ഞാൻ വ്ളോഗ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം കാണാം. ബൈ. പിറ്റേ ദിവസം മോർണിംഗിലൊന്നും അങ്ങനെ കാര്യമായിട്ട് വ്ളോഗ് എടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ നമ്മള് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങിയതാണേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മേമൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറുമണ്ണിൽ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. പാപ്പൻ്റെ സ്ഥലം കൂടിയാണ്. അപ്പം നമ്മൾ അവിടേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഒരു എന്താ വലിയൊരു തൊടി പോലെയാണ്. ഇവിടെ കുറേ വാഴകളും കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ട വ്യൂ അവിടെയാണ് കണ്ടോ. ഇത് ഫുള്ള് വാഴത്തോപ്പാണ്. മൊത്തം ഈ ഒരു ഏരിയ മൊത്തം വാഴത്തോപ്പാണ്. നല്ല മഴക്കാറുള്ള പോലെ ഉണ്ട് കാണാൻ. ഞാൻ നിങ്ങൾക്കൊരു ഗ്രൗണ്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഗ്രൗണ്ട് ഇതിൻ്റെ ഇപ്പുറത്തായിട്ടുള്ളത് കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ മിക്കവാറും ഇവിടെ പോവാറുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് പോവാറുണ്ട്. എൻ്റെ കളർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ബർഗൻഡി ഷെയ്ഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഷെയ്ഡ് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഇത് ഭയങ്കരമായിട്ട് കാണൂല കേട്ടോ ആദ്യത്തെ കളർ പോലെ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷെയ്ഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. പിന്നെ സൺലൈറ്റിൽ പോയി നിൽക്കുമ്പോൾ നന്നായിട്ട് കാണാം. ഇതിപ്പോൾ സൺലൈറ്റ് ഒന്നും ഇല്ല എന്നിട്ട് പോലും കാണുന്നുണ്ട്. കണ്ടോ ഫുള്ളിങ്ങനെ മൊത്തത്തിലിങ്ങനെ തൊടിയാണ് കേട്ടോ. അപ്പം ഇവിടെ പുഴയുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്കൈ കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ? നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു തോണിയുണ്ട് കേട്ടോ. ഇന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും കുറച്ച് സമയം ഇവിടെ നിന്നിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോവാം. ആ ഒരു നല്ല സൺസെറ്റ് വ്യൂ ഉണ്ടാവുമല്ലോ അത് വരുമ്പോൾ. സൺസെറ്റ് വ്യൂ ഇവിടെ ഇല്ല കാരണം ഇവിടെ സൂര്യനില്ല. പക്ഷെ എന്നാലും ആ സ്കൈ മൊത്തത്തിലൊരു അടിപൊളി വ്യൂ ആയിട്ടുണ്ടാവും. മൊത്തത്തിൽ കാണാൻ രസമുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പോവാട്ടോ. അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം. നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടേ. പുഴയുടെ കളകളാരവം. എല്ലാവരും സൈലന്റ് ആയി നിൽക്കും. നമുക്ക് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഇത്തിള് പോലത്തെ സാധനം നിങ്ങൾ കണ്ടോ? അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഇങ്ങനെ ഗോൾഡൻ ആർട്ട് വർക്കൊക്കെ ചെയ്ത പോലെ ഉണ്ട് അല്ലേ? ഇങ്ങനെ ഇത്തിളുടെ മുകളില് മൊത്തത്തില്
നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ള ഈ ഒരു വഴിയിലൂടെയാണ്. ഇങ്ങനെ ഫുൾ കാടാണ് വഴിയിലൂടെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. നൈസ് വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ലല്ലോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പം ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോന് ഒട്ടും തന്നെ ക്വാളിറ്റി ഉണ്ടാവില്ല, മൊത്തത്തിൽ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ. അപ്പം അത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം ബൈ. എന്താ പറയുക, തവളേനെ വലിയ തവള ഇരുടായിട്ടുണ്ട് മൊത്തത്തിൽ. ഞാനിപ്പോൾ ഫ്ലാഷ് ലൈറ്റ് അടച്ചിട്ട് പോലും വലിയ ലൈറ്റൊന്നുമില്ല. പിന്നെ നൈറ്റ് നമ്മൾ കുറച്ച് നേരം എന്താ പറയുക ടി വി ഒക്കെ കണ്ടിരുന്നു, കിടന്നു കേട്ടോ. ഞാൻ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നാളെ കാണാം. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ നിഴൽ പോലെ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് കുറേ കളിച്ചു. അങ്ങനെ പിറ്റേന്ന് ഞാൻ റിട്ടേൺ പോന്നു കേട്ടോ, മാമൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു 2-3 ഡേയ്സ് ഒരു 3 ഡേയ്സത്തെ വ്ളോഗായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.